പ്രിയമുള്ളവരെ, ഇന്ന് ദുഃഖവെള്ളി, വലിയ നോമ്പിൽ 48-ാം ദിനം. പീലാത്തോസ് അവരോട് എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്തു ചെയ്യേണ്ടുവെന്ന് ചോദിച്ചതിന് അവനെ ക്രൂശിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു. അവൻ ചെയ്ത ദോഷം എന്താ എന്ന് അവൻ ചോദിച്ചു. അവനെ ക്രൂശിക്കണമെന്ന് അവർ ഏറ്റവും നിലവിളിച്ചു പറഞ്ഞു. ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണെ കൈ കഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. വിശുദ്ധ മത്തായി 27-22 മുതൽ 24 വരെ. കേസ് വിസ്തരിച്ച ന്യായാധിപൻ തന്നെ പറയുകയാണ്, ഇവനിൽ കുറ്റമൊന്നും കാണുന്നില്ല, ഇവൻ കുറ്റമില്ലാത്തവൻ. ഇതുപോലെ ലോക ചരിത്രത്തിൽ ഇന്നുവരെ ഒരു കോടതി വിധി ഉണ്ടായിട്ടില്ല. എന്താണ് പീലാത്തോസ് ചെയ്ത അപരാധം? ഒരു തീരുമാനവും എടുക്കേണ്ടെന്ന് അവൻ തീരുമാനിച്ചു. അതാണ് അവൻ ചെയ്ത ഏറ്റവും വലിയ അപരാധം. ഒന്നുകിൽ ഉവ്വ് അല്ലെങ്കിൽ ഇല്ല, അതല്ലാതെ ഇതിന് രണ്ടിനുമിടയിൽ ഒരു മധ്യമാർഗമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, കഴുകിയ കരങ്ങളെല്ലാം വൃത്തിയുള്ള കരങ്ങളല്ലെന്ന്. അതെ, കൈ കഴുകൽ ഒരടയാളമാണ്. പീലാത്തോസിന്റെ കൈ കഴുകലാണ് യേശുവിനെ ഗാൽഗുഥായിലേക്ക് പറഞ്ഞയച്ചത്. സത്യം അറിഞ്ഞിട്ടും, യേശു നീതിമാനും നിരപരാധിയുമാണെന്നറിഞ്ഞിട്ടും അതിനുവേണ്ടി നിലകൊള്ളാൻ സാധിക്കാതെയിരുന്ന പീലാത്തോസിന്റെ നടപടി, സത്യത്തിൽ നിന്നും കൈ കഴുകി മാറാനുള്ള പീലാത്തോസിന്റെ തീരുമാനം ലോക ചരിത്രത്തിലെ ഏറ്റവും നിന്ദ്യവും നീചവുമായ കൊലപാതകത്തിന് കാരണമായി തീർന്നു. കൈ കഴുകി ഒഴിഞ്ഞു മാറരുത്. കൂടെ നിന്ന് കൈ കഴുകുന്നവൻ കൊലയാളിയാണ്. അതെ, കൈ കഴുകൽ ഒരടയാളമാണ്. സഹോദരന്റെ വേദനയെ വിധിയെന്ന് പറഞ്ഞും, നഷ്ടങ്ങളെ ശാപമെന്ന് ചൊല്ലിയും, ഗതികേടുകളെ കർമ്മഫലമെന്ന് വിധിച്ചും എത്രയെത്ര കൈകഴുകലാണ് ദിനം പ്രതി നമ്മൾ നടത്തുന്നത്. നമ്മുടെ കൈകഴുകലുകളിൽ മറ്റൊരാൾ ഗോൽഗോഥായിലേക്ക് നീങ്ങുന്നുവെന്നത് നാം മറന്നു കളയരുത്. പീലാത്തോസ് ഒരു മനസാക്ഷിയാണെന്നത് ഓർക്കണമേ. ആരുടെയൊക്കെയോ കൈകഴുകലിന്റെ ഫലമാണ് ഈ ഭൂമിയിൽ ഉയർത്തപ്പെട്ട പല കുരിശുമരങ്ങളും. അതിൽ നമ്മുടെ കൈകഴുകലുകളുണ്ടോ എന്നത് ഗൗരവമായ ചിന്തയ്ക്ക് വിഷയീഭവിപ്പിക്കേണ്ടതല്ലേ? വീണ്ടും ഒരു ദുഃഖവെള്ളി കൂടി. നിലപാടുകൾ എടുക്കേണ്ടിടത്ത് കൈ കഴുകി മാറുന്നവരോ നമ്മൾ. മുഖം രക്ഷിക്കാൻ വേണ്ടി സത്യത്തിന് നേരെ മുഖം തിരിക്കുന്നവരോ നമ്മൾ. സത്യമെന്തെന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിട്ടും സത്യം പറഞ്ഞാലുണ്ടാവുന്ന ഭവിഷ്യത്തുകളെ ഓർത്ത് കൈ കഴുകി മാറുന്നവരാണോ നമ്മൾ? ഭൂരിപക്ഷത്തിൻ്റെ ആരവാരങ്ങളിൽ കൈ കഴുകി മാറാൻ നാം നിർബന്ധിതരായിട്ടുണ്ടോ? ശാന്തമായി ചിന്തിക്കാം. എല്ലാവർക്കും ദുഃഖവെള്ളി ആശംസകൾ. സസ്നേഹം, ഈപ്പനച്ചൻ.